പ്രോപ്പർട്ടീസ് അതേപോലെ ഡ്രൈയിങ് ഓഫ് ഗ്രെയിൻസ് എന്നീ ടോപ്പിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം റിയോളജിക്കൽ പ്രോപ്പർട്ടീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ദ റിയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അഗ്രികൾച്ചറൽ മെറ്റീരിയൽസ് ഡിസ്ക്രൈബ് ഹൗ ദേ ഡിഫോം ആൻഡ് ഫ്ലോ ഇൻ റെസ്പോൺസ് ടു സ്ട്രെസ്. അപ്പോൾ ഈ റിയോളജിക്കൽ പ്രോപ്പർട്ടീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന ഫുഡ് ഗ്രെയിൻസ് അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയൽസ്, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഇവയിൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെങ്ങനെ ഡീഫോം ചെയ്യുന്നു. ഇപ്പം ലിക്വിഡ് പോലെ ഫ്ലോ ചെയ്യുവാണോ അല്ലെങ്കിൽ സോളിഡ് മെറ്റീരിയൽസിന്റെ കൂട്ട് അത് ഡീഫോം ചെയ്യുവാണോ, അത് ഡീഫോമേഷൻ തന്നെ ഇലാസ്റ്റിക് ആവാം, പ്ലാസ്റ്റിക് ആകാം. ഇപ്പൊ ഫ്ലോ ചെയ്യുവാണെങ്കിൽ തന്നെ അത് പ്ലാസ്റ്റിക് ഫ്ലോ അല്ലെങ്കിൽ വിസ്കസ് ഫ്ലോ ഒക്കെ ആകാം. അപ്പൊ എങ്ങനെയാണ് ഇത് സ്ട്രെസ്സിന്റെ ഉണ്ടല്ലോ ഡീഫോം ചെയ്യുന്നത് എന്നതാണ് നമ്മൾ റിയോളജിക്കൽ പ്രോപ്പർട്ടീസിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്? ഇങ്ങനെ റിയോളജിക്കൽ പ്രോപ്പർട്ടീസ് അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഈ ഫുഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗ്രെയിൻസിനെ പ്രോസസ്സ് ചെയ്യുന്ന മെഷീൻസ് അല്ലെങ്കിൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ഇതിന്റെ എല്ലാം ഡിസൈൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. Rheological properties of agricultural materials describe how they deform and flow in response to stress, encompassing behaviors like elasticity, viscosity, and viscoelasticity. These properties are crucial for quality assessment and processing, and they influence factors like texture, consistency, and are used to design equipments for handling, pumping, and separation. Therefore, in rheology, three important parameters such as force, deformation, and time are used for expressing the mechanical behavior of the material. Rheology can be divided into elastic, deformation, and flow. അപ്പോൾ നമ്മൾ ഈ റിയോളജിക്കൽ പ്രോപ്പർട്ടീസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ അതിനെ ഡീഫോർമേഷനും ഫ്ലോയും ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വീണ്ടും ഈ ഡീഫോർമേഷനെ തന്നെ നേരത്തെ പറഞ്ഞ കൂട്ട് നമുക്ക് ഇലാസ്റ്റിക്കും പ്ലാസ്റ്റിക്കും ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക്. അതേപോലെ തന്നെ ഫ്ലോയും ഇപ്പം ലിക്വിഡ് ടൈപ്പ് മെറ്റീരിയൽസ് ആണ് എങ്കിൽ ഇവ ഫ്ലോ ചെയ്യുമായിരിക്കും. ഒന്നുകിൽ വിസ്കസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിസ്കോ ഇലാസ്റ്റിക് ബിഹേവിയർ ഒക്കെ എക്സിബിറ്റ് ചെയ്യും. അങ്ങനെ പല രീതിയിൽ ഈ ബിഹേവിയർ റിയോളജിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഇതിന്റെ മെക്കാനിക്കൽ ആസ്പെക്ട്സിലേക്ക് കുറച്ച് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇലാസ്റ്റിക് ബിഹേവിയർ, പ്ലാസ്റ്റിക് ബിഹേവിയർ, വിസ്കോ ഇലാസ്റ്റിക് ബിഹേവിയർ ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുന്നേ ഇനീഷ്യലി ഉള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് മെക്കാനിക്കൽ ടേംസ് നമുക്ക് നോക്കാം. ആദ്യം നോർമൽ സ്ട്രെസ്. ഏതൊരു ബോഡിയുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ അതിൽ ജനറേറ്റ് ആകുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ നോർമൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. Normal stress is a force applied perpendicular to the plane per unit area. ഇതിന്റെ യൂണിറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഇസ് ഈക്വൽ ടു എഫ് ബൈ എ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ക്യാപിറ്റൽ എഫും അത് ഏത് ഏരിയക്കാണ് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആ ക്രോസ് സെക്ഷൻ ഏരിയ ക്യാപിറ്റൽ എയും ആണ്. The external force per unit area of the material resulting in the stretch of the material is called tensile stress. അപ്പം നമ്മൾ ഈ സ്ട്രെസ് നോർമൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു, അതുവഴി ഈ ബോഡിയിൽ സ്ട്രെച്ചിങ് ഒക്കർ ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ സ്ട്രെസ്സിനെ നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് വിളിക്കും. എന്നാൽ ബോഡി കംപ്രസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ കംപ്രസീവ് സ്ട്രെസ് എന്നാണ് വിളിക്കുന്നത്. കംപ്രസീവ് സ്ട്രെസ് ഇസ് എ ഫോഴ്സ് ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡീഫോർമേഷൻ ഓഫ് ദ മെറ്റീരിയൽ സച്ച് ദാറ്റ് ദ വോള്യൂം ഓഫ് ദ മെറ്റീരിയൽ റിഡ്യൂസസ്. അപ്പൊ ഇവിടെ ഫിഗറിൽ നമുക്ക് ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും കാണാം. അപ്പൊ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഈ ഫോഴ്സിന്റെ എഫക്റ്റിൽ ബോഡി എക്സ്പാൻഡ് ആവുകയാണ്, സ്ട്രെച്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ടെൻസൈൽ സ്ട്രെസ്. നമ്മൾ ബോഡി കംപ്രസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് കംപ്രസീവ് സ്ട്രെസ്. ഇനി ഷിയർ സ്ട്രെസ് എന്താണ്? ബോഡിയുടെ പ്ലെയിനിന് അല്ലെങ്കിൽ ഒരു സർഫസിന് പാരലൽ ആയിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ട് ബോഡിയുടെ സർഫസിൽ ഒരു സ്ലൈഡിങ് മോഷൻ അല്ലെങ്കിൽ ഒരു ഡിഫോർമേഷൻ, ഷിയറിംഗ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഷിയർ സ്ട്രെസ് എന്നാണ് വിളിക്കുന്നത്. ഷിയർ സ്ട്രെസ് ഇസ് ദ ഫോഴ്സ് അപ്ലൈഡ് പാരലൽ ടു എ സർഫസ് കോസിംഗ് എ ഡിഫോർമേഷൻ ഓർ സ്ലൈഡിംഗ് മോഷൻ. ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ടോ എന്ന സിംബൽ യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇനി സ്ട്രെസ്സുകൾ തന്നെ മൂന്ന് രീതിയിലാകാം. സ്റ്റാറ്റിക് ആകാം, ഡൈനാമിക് ആകാം, ഇമ്പാക്റ്റ് ആകാം. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ എന്താ? ഒരു കോൺസ്റ്റന്റ് സ്ട്രെസ് ആണ്. അത് ടൈം വേരി ചെയ്യുന്നതനുസരിച്ച് വേരി ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്നു. ഡൈനാമിക് എന്ന് പറയുമ്പോൾ വേരിയിങ് സ്ട്രെസ് ആണ്. ടൈം മാറുന്നതനുസരിച്ച് സ്ട്രെസ്സിന്റെ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം വരും. ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ദ സ്ട്രെസ് ഇസ് എക്സേർട്ടഡ് ആൻഡ് റിമൂവ്ഡ് ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിലേക്ക് മാത്രമായിരിക്കും ഈ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്, എന്നിട്ട് അത് റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനത്തെ മൂന്ന് സ്ട്രെസ്സസിന്റെ ഭാഗം അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ടായിരിക്കും നമുക്ക് ബോഡിയിൽ ഡീഫോർമേഷൻ സംഭവിക്കുന്നത്.
ഇനി സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സ്ട്രെയിനിന്റെ ടോപ്പിക്കിലേക്ക് വരാം. ഈ സ്ട്രെസ് അപ്ലൈ ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ട് ബോഡിയിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന ടേം യൂസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. Strain is the amount of deformation experienced by the body in the direction of force applied divided by the initial dimensions of the body. Strain is a dimensionless quantity. അപ്പോൾ നേരത്തെ നമ്മൾ സ്ട്രെസ് പറഞ്ഞപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു. സ്ട്രെയിനിന്റെ കേസിൽ നമുക്ക് അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. Strain is determined using change in അല്ലെങ്കിൽ deformation അല്ലെങ്കിൽ change in length by original length. ഇനി സ്ട്രെയിൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, നോർമൽ സ്ട്രെയിനും ഷിയർ സ്ട്രെയിനും. നോർമൽ സ്ട്രെയിൻ is a measure of the deformation in length caused by a force acting perpendicular to the surface. ബോഡിയുടെ സർഫസിലേക്ക് നമ്മൾ നോർമൽ സ്ട്രെസ്, അതായത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്തു, അതുവഴി ഒരു ഡീഫോർമേഷൻ ഉണ്ടായി. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ നോർമൽ സ്ട്രെസ് എന്നും സ്ട്രെയിനിനെ നോർമൽ സ്ട്രെയിൻ എന്നും വിളിക്കും. ഷിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോഴോ ഇറ്റ് മെഷേഴ്സ് എ ചേഞ്ച് ഇൻ ആംഗിൾ കോസ്ഡ് ബൈ എ ഫോഴ്സ് ആക്ടിങ് പാരലൽ ടു ദ സർഫസ്. അപ്പം നമ്മൾ ബോഡിയുടെ സർഫസിന് പാരലൽ ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അതുവഴി ഡീഫോർമേഷൻ ഉണ്ടായി, അതിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ ആംഗിളിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി പ്ലാസ്റ്റിക് സ്ട്രെയിനും ഇലാസ്റ്റിക് സ്ട്രെയിനും എന്താണ്? ഈ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ആക്സിസിൽ സ്ട്രെയിനും കാണിക്കുന്നു, വൈ ആക്സിസിൽ സ്ട്രെസ്സുമാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്ട്രെസ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ബോഡിയെ സ്ട്രെസ് ചെയ്യുന്നു അതനുസരിച്ച് അതിന് സ്ട്രെയിനും ബോഡിയിൽ ഡീഫോർമേഷനും ഉണ്ടാകുന്നു. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ നമ്മൾ എത്ര സ്ട്രെസ് അപ്ലൈ ചെയ്താലും അതിലെ സ്ട്രെയിന് തിരിച്ച്, അതായത് സ്ട്രെസ് നമ്മൾ റിമൂവ് ചെയ്യുന്നതോറും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ഈ ബോഡി തിരിച്ച് പഴയ അവസ്ഥയിലേക്ക്, തിരിച്ച് പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചെത്തും. ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനെയാണ് നമ്മൾ ഇവിടെ ഒരു ഇലാസ്റ്റിക് സോൺ എന്ന് വെച്ച് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷണൽ ലിമിറ്റ് കൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ പ്രൊപ്പോർഷണൽ ലിമിറ്റിന് തൊട്ട് മുന്നേ ഉള്ള അല്ലെങ്കിൽ അതുവരെയുള്ള പോർഷനെ നമ്മൾ ഇലാസ്റ്റിക് സോൺ എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ ഇലാസ്റ്റിക് സോണിനുള്ളിൽ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ നമ്മൾ എത്ര ഫോഴ്സ് ബോഡിയിൽ അപ്ലൈ ചെയ്താലും ആ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സ്ട്രെസ് റിമൂവ് ചെയ്യുമ്പോൾ ബോഡി തിരിച്ച് പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഒരു റബ്ബർ ബാൻഡിന്റെ എക്സാമ്പിൾ നമുക്ക് പറയാം. റബ്ബർ ബാൻഡ് ഇലാസ്റ്റിക് ആണ് എന്ന് നമ്മൾ പറയുമല്ലോ. റബ്ബർ ബാൻഡ് നമ്മൾ വലിക്കുന്നു, നമ്മൾ എത്ര സ്ട്രെസ് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ അത് റിലീസ് ചെയ്യുമ്പോൾ തിരിച്ച് പഴയ ഷേപ്പിലേക്ക് റബ്ബർ ബാൻഡ് തിരിച്ചെത്തും. എന്നാൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് പൊട്ടിപ്പോകാം, അതായത് അതിലുണ്ടാകുന്ന ഡീഫോർമേഷൻ പെർമനന്റ് ആകും. അപ്പം ആ ഒരു ഇലാസ്റ്റിക് സോണിൽ നിന്നും റബ്ബർ ബാൻഡിന്റെ അല്ലെങ്കിൽ അതായത് ആ ഒരു മെറ്റീരിയൽ കടന്നു കഴിയുമ്പോഴാണ് അത് പ്ലാസ്റ്റിക് ആയിട്ട് മാറുന്നത്, അതായത് ഡീഫോർമേഷൻ പെർമനന്റ് ആകുന്നു. ആ സോണിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് സോൺ എന്ന് വിളിക്കുന്നത്. ഇലാസ്റ്റിക് സോണിന്റെ അറ്റത്തായിട്ട് നമുക്ക് പ്രൊപ്പോർഷണൽ ലിമിറ്റ് ഉണ്ട്. പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ സ്ട്രെസ്സും സ്ട്രെയിനും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും. എത്രത്തോളം സ്ട്രെസ് കൂടുന്നു അത്രയും തന്നെ സ്ട്രെയിനും കൂടുന്നു. അതുകൊണ്ടാണ് അതിനെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. പ്രൊപ്പോർഷണൽ ലിമിറ്റിന് ശേഷം നമുക്ക് പ്ലാസ്റ്റിക് സോൺ ഉണ്ട്. പ്ലാസ്റ്റിക് സോണിൽ അല്ലെങ്കിൽ ആ പ്രൊപ്പോർഷണൽ ലിമിറ്റിന് ശേഷം പ്ലാസ്റ്റിക് സോൺ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ എത്ര സ്ട്രെസ് അപ്ലൈ ചെയ്താലും അത് റിലീസ് ചെയ്യുമ്പോൾ തിരിച്ച് ബോഡി പഴയ ഷേപ്പിലേക്ക് എത്തത്തില്ല. കുറച്ച് ഡീഫോർമേഷൻ എങ്കിലും പെർമനന്റ് ആയിട്ട് അതിൽ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് സോൺ എന്ന് വിളിക്കുന്നത്. പ്ലാസ്റ്റിക് സോൺ കഴിഞ്ഞ് ഒരു അൾട്ടിമേറ്റ് അതിന്റെ സ്ട്രെങ്ത് എത്തുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്ട്രെസ് ചെയ്യുവാണെങ്കിൽ ബോഡിക്ക് ഫ്രാക്ചർ ഉണ്ടാകുന്നത് പെർമനന്റ് ആയിട്ട് ഡീഫോം ചെയ്ത് അതിൽ ഫ്രാക്ചർ ഉണ്ടായത് പൊട്ടിപ്പോകുന്നു. അപ്പൊ ഇതാണ് ഒരു ടിപ്പിക്കൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഫോർ എനി മെറ്റീരിയൽ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ റിയോളജിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാൻ നേരം പറഞ്ഞിരുന്നു, ബോഡിയിൽ ഡീഫോർമേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ ഡീഫോർമേഷൻ അല്ലെങ്കിൽ ഫ്ലോ ഉണ്ടാകുമ്പോൾ അതൊന്നെങ്കിൽ ഇലാസ്റ്റിക് ആകാം, ഇൻഇലാസ്റ്റിക് ആകാം, ഫ്ലോ ഉണ്ടാവുകയാണെങ്കിൽ അത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വിസ്കസ് ഒക്കെ ആകാം. അപ്പം ഇനി ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് പറയാം. പ്ലാസ്റ്റിക് സ്ട്രെയിൻ എന്തായിരുന്നു? നമ്മൾ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാലും ബോഡി പഴയ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പഴയ ഷേപ്പിലേക്ക് തിരിച്ചെത്തുന്നില്ല, ഡീഫോർമേഷൻ പെർമനന്റ് ആയിട്ട് ഉണ്ടാകുന്നു. Plastic strain is a permanent deformation of a material that remains after the deforming force is removed. അടുത്തത് ഇലാസ്റ്റിക് സ്ട്രെയിൻ എന്തായിരിക്കും? It is a temporary reversible deformation of a material when a force is applied, causing it to return to its original shape and size once the force is removed. അപ്പോൾ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ തിരിച്ച് പഴയ ഷേപ്പിലേക്ക് എത്തുന്നു. അതാണ് ഇലാസ്റ്റിക് സ്ട്രെയിൻ. ഇനി ഹുക്സ് ലോ, ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ലോ ആണ് ഹുക്സ് ലോ പ്രകാരം സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആണ്. Hooke's law refers to the relationship between stress and strain of a material, stating that stress is directly proportional to strain in the linear region of a stress-strain curve.
നമ്മളിവിടെ പറഞ്ഞിരുന്ന ഒരു പ്രൊപ്പോർഷണൽ ലിമിറ്റ് ഉണ്ടെന്ന്. പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ സ്ട്രെസ്സിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും സ്ട്രെയിനും ഒക്കർ ചെയ്യുന്നത്. ഈ ഒരു പ്രൊപ്പോർഷണൽ ലിമിറ്റിനുള്ളിൽ, ഈ പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെയുള്ള ആ കർവിന്റെ ആ ഒരു ഷേപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലീനിയർ പോർഷൻ ആണ്. അപ്പൊ ഇവിടം വരെ ഹുക്സ് ലോ വാലിഡ് ആണ്. ഇനി ഈ ഹുക്സ് ലോ പ്രകാരം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മോഡുലൈകളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ഇലാസ്റ്റിക് മോഡുലസ്. When a body is loaded with an elastic limit, ratio of stress and strain is constant. This constant is known as elastic modulus. ഇപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും കോൺസ്റ്റന്റ് ആവുന്ന ആ ഒരു പ്രൊപ്പോർഷണൽ ആവുന്ന ലിമിറ്റിനുള്ളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡുലസ് ആണ് ഇലാസ്റ്റിക് മോഡുലസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഇനി റിജിഡിറ്റി മോഡുലസ് എന്ന് വെച്ചാൽ എന്താ? When a body is loaded with an elastic limit, ratio of shear stress and shear strain is constant, and this constant is known as shear modulus. Shear stress, ഇപ്പൊ നേരത്തെ നമ്മൾ എടുത്ത സ്ട്രെസ്സിനും സ്ട്രെയിനിന് പകരം ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനിന്റെ റേഷ്യോ എടുക്കുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന കോൺസ്റ്റന്റ് ആണ് ഈ റിജിഡിറ്റി മോഡുലസ്. അതിന് G യൂസ് ചെയ്താണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നുള്ളത് പോയ്സൺസ് റേഷ്യോ. The ratio of lateral strain to longitudinal strain is called Poisson's ratio. ഒരു ബോഡിയിൽ നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്ത് അത് ഡിഫോം ചെയ്യുമ്പോൾ അതിന് ലാറ്ററലി അതിന് ഡിഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്, അതിന് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടും ഡിഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇതിന്റെ തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഈ പോയ്സൺസ് റേഷ്യോ. ഇനി ഈ മൂന്ന് ടേംസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാംസിന് PSCയിൽ എക്സാംസിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 2 വാല്യൂസ് വന്നിട്ട് മൂന്നാമത്തെ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഈക്വേഷൻസ് കൂടെ അറിഞ്ഞിരിക്കണം. E is equal to 2G into 1 plus mu. ഇവിടെ ന്യൂ എന്താ? ന്യൂ ഇസ് പോയ്സൺസ് റേഷ്യോ. G is equal to E by 2 into 1 plus mu. ഇത് കൂടാതെ E is equal to 9 kg by G plus 3K. ഇതിൽ ഈ K എന്താണെന്ന് പറയാം. ഇയും ജിയും നമുക്കറിയാം. K എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത മോഡുലസ് ആണ് ബൾക്ക് മോഡുലസ്. വോളിയോമെട്രിക് ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡുലസ് ആണ് ഈ ബൾക്ക് മോഡുലസ്. റേഷ്യോ ഓഫ് വോളിയോമെട്രിക് സ്ട്രെയിൻ ടു വോളിയോമെട്രിക് സ്ട്രെസ് ടു വോളിയോമെട്രിക് സ്ട്രെയിൻ ഇസ് കോൾഡ് ബൾക്ക് മോഡുലസ്. ഷിയർ സ്ട്രെസ് ഷിയർ സ്ട്രെയിൻ പറഞ്ഞു, നോർമൽ സ്ട്രെസ്സും നോർമൽ സ്ട്രെയിനും പറഞ്ഞു. അതേപോലെ വോളിയോമെട്രിക് സ്ട്രെസ്സും വോളിയോമെട്രിക് സ്ട്രെയിനും വരുമ്പോൾ ഉള്ള മോഡുലസ് ആണ് ഈ ബൾക്ക് മോഡുലസ്. ഇറ്റ് മെഷേഴ്സ് ദ മെറ്റീരിയൽസ് റെസിസ്റ്റൻസ് ടു കംപ്രഷൻ വെൻ പ്രഷർ ഇസ് അപ്ലൈഡ് ഈക്വലി ഫ്രം ഓൾ സൈഡ്സ്. അപ്പൊ ഈ ഇക്വേഷൻസ്, ഈ 3 ടേംസും അതേപോലെ പോയ്സൺസ് റേഷ്യോയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഈ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ റിയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫോർമേഷൻ എന്ന ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ അതിൽ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്താണെന്ന് പറഞ്ഞു. Material does not return to its original dimension when the force is removed. ഇനി വിസ്കസ് ഡിഫോർമേഷൻ എന്തായിരിക്കും? It characterizes fluids that flow under stress. വിസ്കസ് എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡ്സിന്റെ കേസിലാണ്. ഇപ്പം ഹണി, തേൻ പോലുള്ള മെറ്റീരിയൽ ഒക്കെ അത് ഒഴുകാൻ നേരം തന്നെ അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട് ഫ്ലോയ്ക്ക് എതിരായിട്ട്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് നേച്ചർ എന്നൊക്കെ വിളിക്കുന്നത്. വിസ്കസ് ഡിഫോർമേഷൻ നമ്മൾ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന്റെ ഒക്കെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. The material's resistance to flow is called viscosity, which is the ratio of shear stress to shear rate. ഇപ്പൊ വിസ്കസ് ഡിഫോർമേഷൻ അല്ലെങ്കിൽ വിസ്കസ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഈ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിഫോർമേഷൻ ആണ് ഈ വിസ്കസ് ഡിഫോർമേഷൻ. ഇനി വിസ്കോ ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന ടേം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഇലാസ്റ്റിക് ആൻഡ് വിസ്കസ് പ്രോപ്പർട്ടീസ്. നമ്മൾ എത്ര ലോഡ് കൊടുക്കുന്നു, ലോഡ് എത്ര ടൈം പീരിയഡിലേക്കാണ് കൊടുക്കുന്നത്, അതൊക്കെ അനുസരിച്ച് ഈ ലോഡിനെതിരായുള്ള അല്ലെങ്കിൽ ലോഡിന്റെ ഭാഗമായുള്ള ഡിഫോർമേഷന്റെ നേച്ചറിലും വ്യത്യാസം വരും. ചിലപ്പോഴൊക്കെ ഇലാസ്റ്റിക് ആയിട്ടായിരിക്കും. ഇനി ചില ടൈപ്പ് ലോഡ്സിന് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഫുഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻ എടുത്തു, അതിൽ ഞാൻ ലോഡ് അപ്ലൈ ചെയ്തു. ഇപ്പൊ ലോഡിന്റെ നേച്ചർ മാറുന്നതനുസരിച്ച് ഈ റിസൾട്ടിങ് ഡിഫോർമേഷന് വ്യത്യാസം വരും. ചിലപ്പോൾ ഇലാസ്റ്റിക് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, ചിലപ്പോൾ ഒരു വിസ്കസ് നേച്ചറിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഇലാസ്റ്റിക് ആൻഡ് വിസ്കസ് പ്രോപ്പർട്ടീസ്. The material's response is dependent on the rate at which stress is applied. നമ്മൾ സ്ട്രെസ് ഏത് റേറ്റിൽ ഏത് സ്പീഡിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇമ്പാക്ട് ലോഡ് കൊടുക്കുമ്പോൾ ആ ബോഡി ഡിഫോം ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മൾ സ്റ്റഡി ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിക് ലോഡ് കൊടുക്കുമ്പോൾ. This means the material's response to stress is time dependent. It can store energy like a spring but also deform over time like a fluid. For example പറയുവാണെങ്കിൽ പോളിമേഴ്സ്, ഹ്യൂമൻ ടിഷ്യൂ, വുഡ്, ടൂത്ത് പേസ്റ്റ്, ഇതിന്റെയൊക്കെ ഡിഫോർമേഷൻസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലോഡ് അനുസരിച്ച് ഈ ഡിഫോർമേഷന്റെ ബിഹേവിയറിലും വ്യത്യാസം വരും. അപ്പൊ ഈ കാറ്റഗറി എല്ലാമാണ് ഈ വിസ്കോ ഇലാസ്റ്റിക് ബിഹേവിയറിൽ വരുന്നത്. ഇനി എന്തിന്റെയൊക്കെ ബേസിസിലാണ് ഡിഫോർമേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓൺ ദ റേറ്റ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ്, on previous loading,
മോയ്സ്ചർ കണ്ടന്റ് ആൻഡ് ബയോമെറ്റീരിയൽ കോമ്പോസിഷൻ. അപ്പം ഇത്രയാണ് റിയോളജിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ റിയോളജിക്കൽ പ്രോപ്പർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് റിയോളജിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനെ എങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്തു. അതിന്റെ ബേസിക്സിൽ വരുന്ന കുറച്ച് മെക്കാനിക്കൽ ടേംസ് ഉണ്ട്. സ്ട്രെസ്, സ്ട്രെയിന്, ഇലാസ്റ്റിക്, പ്ലാസ്റ്റിക്, വിസ്കോ ഇലാസ്റ്റിക്. അപ്പം ഇങ്ങനത്തെ ടേംസുകളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് വരാം, ഡ്രൈയിങ്. ഇപ്പൊ ഡ്രൈയിങ് നമ്മൾ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന്റെ കേസിൽ അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയൽസിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മൾ അതിലെ മോയ്സ്ചർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പലപ്പോഴും അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നുകൂടി ഈസി ആക്കാൻ, അല്ലെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡീകേ ചെയ്ത് പോകാതെ പ്രിസർവ് ചെയ്യാൻ, അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഡ്രൈയിങ് യൂസ് ചെയ്യുന്നത്. ഡ്രൈയിങ് ഇസ് എ റിമൂവൽ ഓഫ് മോയ്സ്ചർ by evaporation from solid or liquid materials to very low moisture level. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? പ്രിസർവേഷൻ ആസ് എ റിസൾട്ട് ഓഫ് ഡിപ്രഷൻ ഓഫ് വാട്ടർ ആക്ടിവിറ്റി. വാട്ടർ ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫുഡ് മെറ്റീരിയൽസിലൊക്കെയുള്ള എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള വാട്ടർ ആണ്. ഈ പലപ്പോഴും ഫുഡ് മെറ്റീരിയൽസ് ഡീകേ ആവുന്നത് ഈ ഫ്രീ വാട്ടറിന്റെ എഫക്ട് കാരണമായിരിക്കും. അത് പലപ്പോഴും മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വാട്ടർ യൂസ് ചെയ്തിട്ടായിരിക്കും മൈക്രോബ്സ് വളരുന്നത് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയൊക്കെ അത് ഡീകേ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വാട്ടർ ആക്ടിവിറ്റിയെ തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കുറച്ചുകൊണ്ട് മെറ്റീരിയൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈയിങ് ചെയ്യുന്നത്. റിഡക്ഷൻ ഇൻ വെയിറ്റ് ആൻഡ് വോളിയം. പ്രോഡക്ട്സിന്റെ വെയിറ്റും വോളിയം കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ, ഹാൻഡ്ലിംഗ് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ഫുഡ് ഫ്രം ടു ഫോം എ മോർ കൺവീനിയൻറ്റ് ടു സ്റ്റോർ, പാക്കേജ്, ട്രാൻസ്പോർട്ട്, എക്സെട്ര. എക്സാമ്പിൾ മിൽക്ക് പൗഡർ ഒക്കെ കൂട്ട്. ഇമ്പാർട്ടിംഗ് ടു എ ഫുഡ് പ്രോഡക്റ്റ് എ പെർട്ടിക്കുലർ ഡിസൈറബിൾ ഫീച്ചർ. ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് ഒരു പെർട്ടിക്കുലർ ഫീച്ചറിലേക്ക് അതിന് ഇമ്പാർട്ട് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ഡ്രൈയിങ് യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അറിഞ്ഞിരിക്കേണ്ട ഈ ഡ്രൈയിങ്ങിന്റെ ഭാഗമായ മോയ്സ്ചർ കണ്ടന്റ് ഇൻ ഫുഡ് പ്രോഡക്ട്സ് എന്ന ടോപ്പിക്കിലേക്ക് വരാം. അപ്പം മോയ്സ്ചർ കണ്ടന്റ് ഇൻ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്ട്സ്, അതിനെ നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഒന്ന്, മോയ്സ്ചർ കണ്ടന്റ് ഇൻ പെർസെൻറ്റേജ് വെറ്റ് ബേസിസ് ആൻഡ് മോയ്സ്ചർ കണ്ടന്റ് ഇൻ പെർസെൻറ്റേജ് ഡ്രൈ ബേസിസ്. ഇപ്പം എന്താണ് ഈ വെറ്റ് ബേസിസും ഡ്രൈ ബേസിസും? ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ ഫുഡ് ഗ്രെയിനെ കംപ്ലീറ്റ്ലി ഡ്രൈ ചെയ്താൽ ഒട്ടും തന്നെ എക്സസ് മോയ്സ്ചർ ഇല്ല എങ്കിൽ അതിന്റെ വെയിറ്റിനെ നമ്മൾ ബോൺ ഡ്രൈ വെയിറ്റ് എന്ന് നമുക്ക് വിളിക്കാം. ഇപ്പം നമ്മൾ അഗ്രിഗേറ്റ്സ് ഒക്കെ, ഇപ്പം നനഞ്ഞ അഗ്രിഗേറ്റ് ആണ്, നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മളെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്തതിന് ശേഷം അതിനുണ്ടാകുന്ന വെയിറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ഡ്രൈ വെയിറ്റ് എന്നൊക്കെ വിളിക്കുമല്ലോ. അപ്പം അങ്ങനെ കംപ്ലീറ്റ്ലി വാട്ടർ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അതിന്റെ വെയിറ്റിനെയാണ് നമ്മൾ ബോൺ ഡ്രൈ വെയിറ്റ് MD എന്ന് വിളിക്കുന്നത്. ഇനിയും അതിൽ ഈ ഡ്രൈ ചെയ്യുന്നതിന് മുന്നേ അതിൽ എക്സസ് വാട്ടർ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫീൽഡിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അതിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈർപ്പം ഉണ്ടാകും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിന്റെ വെയിറ്റിന് നമുക്ക് ക്യാപിറ്റൽ M എന്ന് വിളിക്കാം. അപ്പൊ അതിൽ ഈ ബോൺ ഡ്രൈ വെയിറ്റും ഉണ്ട്, അതിലുള്ള മോയ്സ്ചറിന്റെ വെയിറ്റും ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ ക്യാപിറ്റൽ M, ടോട്ടൽ വെയിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി MW ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് എന്തോ, വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. അതിൽ എത്രത്തോളം മോയ്സ്ചർ ഉണ്ടോ അതിന്റെ വെയിറ്റ് ആണ് MW. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഈ ഡ്രൈ വെയിറ്റ്, ബോൺ ഡ്രൈ വെയിറ്റും മോയ്സ്ചറിന്റെ വെയിറ്റും ആയിരിക്കും നമുക്ക് ടോട്ടൽ എമ്മിന്റെ വാല്യൂ, ടോട്ടൽ വെയിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇനി പെർസെൻറ്റേജ് വെറ്റ് ബേസിസിൽ നമുക്ക് മോയ്സ്ചർ കണ്ടന്റ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് MW/M × 100. പെർസെൻറ്റേജ് ഡ്രൈ ബേസിസിന്റെ ബേസിസിൽ നമ്മൾ മോയ്സ്ചർ കണ്ടന്റിനെ എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് MW/MD × 100. ഇപ്പൊ എപ്പോഴും എല്ലാ കേസിലും ഈ MCDB, അതായത് ഡ്രൈ ബേസിസിലുള്ള മോയ്സ്ചർ കണ്ടന്റ് വുഡ് ബി ഗ്രേറ്റർ ദാൻ വെറ്റ് ബേസിസിലെ മോയ്സ്ചർ കണ്ടന്റ്. അതെങ്ങനെ? ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. വെറ്റ് ബേസിസിന്റെ കേസിൽ ഡിനോമിനേറ്ററിൽ കുറച്ചുകൂടെ ഹയർ വാല്യൂ ആയിരിക്കും, കാരണം അതിൽ വെറ്റും ഡ്രൈന്റെ രണ്ടിന്റെ സം അതിന്റെ വെയിറ്റ് വരുന്നുണ്ട്. എന്നാൽ ഡ്രൈ ബേസിസിന്റെ കേസിൽ ഡിനോമിനേറ്ററിൽ ഡ്രൈ വെയിറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റേഷ്യോ കുറച്ചുകൂടെ ഹയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഓർത്തോളുക, മോയ്സ്ചർ കണ്ടന്റ് ഇൻ പെർസെൻറ്റേജ് ഡ്രൈ ബേസിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ മോയ്സ്ചർ കണ്ടന്റ് ഇൻ പെർസെൻറ്റേജ് വെറ്റ് ബേസിസ്. ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. മോയ്സ്ചർ കണ്ടന്റ് ഇൻ പെർസെൻറ്റേജ് വെറ്റ് ബേസിസ് കണ്ടുപിടിക്കണമെങ്കിൽ ഡ്രൈ ബേസിസിന്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. മോയ്സ്ചർ കണ്ടന്റ് ഡ്രൈ ബേസിസ് ഡിവൈഡഡ് ബൈ 1 + മോയ്സ്ചർ കണ്ടന്റ് ഡ്രൈ ബേസിസ് × 100. ഇനി നേരെ തിരിച്ച് ഡ്രൈ ബേസിസ് മോയ്സ്ചർ കണ്ടന്റ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ വെറ്റ് ബേസിസ് ഡിവൈഡഡ് ബൈ 1 - മോയ്സ്ചർ കണ്ടന്റ് വെറ്റ് ബേസിസ് × 100 ചെയ്താൽ മതി. ഇതാണ് മോയ്സ്ചർ കണ്ടന്റ് ഇൻ വെറ്റ് ബേസിസ് ആൻഡ് ഡ്രൈ ബേസിസ്. ഡ്രൈ ബേസിസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ബോൺ ഡ്രൈ ആയിരിക്കും. ഇപ്പോൾ ഒരു ഓവനിലൊക്കെ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഡ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിനെ ബോൺ ഡ്രൈ എന്ന് വിളിക്കാം. വെറ്റ് ബേസിസ് എന്ന് പറയുമ്പോൾ അതിൽ മോയ്സ്ചർ, അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ ആകാം, അല്ലെങ്കിൽ ഓൾറെഡി അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മോയ്സ്ചർ ആകാം, അതുകൊണ്ട് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്.
ഇനി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ്. ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഫുഡ് ഗ്രെയിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അവിടെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണും. സറൗണ്ടിങ്സിലുമായിട്ട് അത് ഒരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ അതിൽ എത്രത്തോളം മോയ്സ്ചർ ഉണ്ടോ അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് എന്ന് വിളിക്കുന്നത്. ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് ഇസ് ദ മോയ്സ്ചർ ലെവൽ എ ഫുഡ് മെറ്റീരിയൽ റീച്ചസ് when it is in a state of balance with the surrounding air, meaning it will neither gain nor lose moisture. This state is influenced by the food's temperature and the relative humidity of the air. അതായത് നമ്മൾ നന്നായിട്ട് നനഞ്ഞ ഏതെങ്കിലും ഒരു ഫുഡ് മെറ്റീരിയൽ നമ്മളൊരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറഞ്ഞ ഏതെങ്കിലും മുറിയിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും ഈ വാട്ടർ വേപ്പറായിട്ട് ഇവോപ്പറേറ്റ് ചെയ്ത് പോയി അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചർ കണ്ടന്റിലേക്ക് എത്തും. ആ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോഴേക്കും പിന്നീട് ഇതിൽ നിന്ന് വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ നഷ്ടപ്പെടാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ അതിന്റെ ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് എന്ന് വിളിക്കുന്നത്. അതായത് അതിന്റെ സറൗണ്ടിങ്സുമായിട്ട് അത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ ആ പർട്ടിക്കുലർ ഫുഡ് മെറ്റീരിയൽ എത്ര മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടോ അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് എന്ന് വിളിക്കുന്നത്. ഇത് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓൺ ദ ഫുഡ്സ് ടെമ്പറേച്ചർ ആൻഡ് ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് ദ സറൗണ്ടിങ് എയർ. The moisture content of the product in equilibrium with the surrounding air at a given set of temperature and relative humidity. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് ഹൈഗ്രോസ്കോപ്പിസിറ്റി. ഹൈഗ്രോസ്കോപ്പിസിറ്റി എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിന്റെ ഇറ്റ്സ് അബിലിറ്റി ടു ഗെയിൻ ഓർ ലൂസ് മോയ്സ്ചർ, അതിനെയാണ് ഹൈഗ്രോസ്കോപ്പിസിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് പഠിക്കാൻ നേരം പഠിക്കുന്ന ഒരു ഗ്രാഫാണ് ഈ ഐസോതേർം. അതായത് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റും ഇക്വിലിബ്രിയം റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും തമ്മിൽ പ്ലോട്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ഈ ഐസോതേർം. അപ്പം ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഏതൊരു പർട്ടിക്കുലർ ഫുഡ് മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഒരു ഫുഡ് ഗ്രെയിൻ്റെയും ഈ ഐസോതേർം നമുക്ക് അറിയാമെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മോയ്സ്ചർ കണ്ടന്റ് അതിലുണ്ട്, ഒരു 15% മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെന്ന് വെച്ചോ, ഒരു പർട്ടിക്കുലർ ഏത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള സറൗണ്ടിങ്ങിൽ അത് വെച്ചാലാണ് അതിലെ മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നത് എന്ന് നമുക്ക് ഈ ഐസോതേർം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ഫുഡ് മെറ്റീരിയലിലെ മോയ്സ്ചർ കണ്ടന്റിൽ നമുക്ക് എത്രത്തോളം കൂട്ടണം കുറയ്ക്കണം അതനുസരിച്ച് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രത്തോളം അതിന്റെ സറൗണ്ടിങ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഏരിയയിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എങ്ങനെ വേരി ചെയ്യണം, അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഈ ഐസോതേർം ഹെൽപ്പ് ചെയ്യുന്നു. Importance of EMC, it gives an idea whether the material gains or loses moisture. അപ്പം ഒരു മെറ്റീരിയലിന്റെ ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് അറിഞ്ഞാൽ സറൗണ്ടിങ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എയറിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അനുസരിച്ച് അതിൽ മോയ്സ്ചർ കണ്ടന്റ് നഷ്ടപ്പെടുവാണോ അതോ ഗെയിൻ ചെയ്യുവാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇറ്റ് ഗിവ്സ് ഐഡിയ അബൌട്ട് റേറ്റ് ഓഫ് മോയ്സ്ചർ റിമൂവൽ, ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ ഡ്രൈയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഒരു ഫുഡ് ഗ്രെയിനിൽ വരാവുന്ന മോയ്സ്ചർ കണ്ടന്റ് 3 ടൈപ്പ് ഉണ്ടാകാം. ബൗണ്ട് മോയ്സ്ചർ ആകാം, അൺബൗണ്ട് മോയ്സ്ചർ ആകാം, അതേപോലെ ഫ്രീ മോയ്സ്ചർ ആകാം. അതെന്താണെന്നുള്ളത് നോക്കാം. ബൗണ്ട് മോയ്സ്ചർ ഇസ് ഫിസിക്കലി ഓർ കെമിക്കലി ബൗണ്ട് ടു ദ സോളിഡ് മെട്രിക്സ്. ആ ഫുഡ് ഗ്രെയിനിന് ചുറ്റും ഫിസിക്കലി അല്ലെങ്കിൽ കെമിക്കലി ബൈൻഡ് ചെയ്തിട്ടുള്ള വാട്ടർ മോളിക്യൂൾസിനെയാണ് നമ്മൾ ഈ ബൗണ്ട് മോയ്സ്ചറിന്റെ കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ അൺബൗണ്ട് മോയ്സ്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഫ്രീ. ഇത് നമുക്ക് ഒരു എന്തെങ്കിലും പർട്ടിക്കുലർ ഡ്രൈയിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് അതിൽ നിന്ന് ഈ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. മോയ്സ്ചർ വിച്ച് എക്സേർട്സ് വേപ്പർ പ്രഷർ ഈക്വൽ ടു ദാറ്റ് ഓഫ് പ്യുവർ വാട്ടർ. അതായത് ബൗണ്ട് മോയ്സ്ചറിന്റെ കേസിൽ ഈ മോയ്സ്ചർ അപ്ലൈ ചെയ്യുന്ന വേപ്പർ പ്രഷർ പ്യുവർ വാട്ടറിന്റെ വേപ്പർ പ്രഷറിനെക്കാളും ഒരുപാട് കുറവായിരിക്കും. കാരണം ഇറ്റ് ഇസ് കെമിക്കലി ബൗണ്ടഡ്, കെമിക്കലി അല്ലെ ഫിസിക്കലി ബൗണ്ടഡ് ടു ദ ഫുഡ് ഗ്രെയിൻ. എന്നാൽ അൺബൗണ്ട് മോയ്സ്ചർ ആകുമ്പോൾ അതല്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി കൂട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു വാട്ടർ കൂട്ട് തന്നെ വേപ്പർ പ്രഷർ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറാണ് ഈ അൺബൗണ്ട് മോയ്സ്ചർ. ഫ്രീ മോയ്സ്ചർ ഇസ് എ മോയ്സ്ചർ എക്സസ് ഓഫ് EMC. അപ്പം നമ്മൾ നേരത്തെ EMCയുടെ കേസിൽ പറഞ്ഞു ഒരു പർട്ടിക്കുലർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിലും പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും ആ ഫുഡ് ഗ്രെയിനിൽ ഉണ്ടാകുന്ന മോയ്സ്ചർ കണ്ടന്റ് ആണ് നമ്മൾ ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞത്. ഇതിനെക്കാട്ടിലും എക്സസ് ആയിട്ട് എത്ര മോയ്സ്ചർ ഉണ്ടോ അതെല്ലാം അൺബൗണ്ട് ആണ്, ഫ്രീ ആണ്. നമുക്കതിനെ ഈസിലി തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും ഡ്രൈയിങ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട്. ഇപ്പം ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിച്ചേ, ഇറ്റ് ഇസ് എ ഗ്രാഫ് ഓഫ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആൻഡ് മോയ്സ്ചർ കണ്ടന്റ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ബോഡിയുടെ ഒരു സോളിഡിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മോയ്സ്ചർ കണ്ടന്റും എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളത് പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫാണ്. അപ്പൊ അതിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എയിൽ നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൺസിഡർ ചെയ്യുന്നു. ആ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുവാണെങ്കിൽ ആ എക്ക് ആ പർട്ടിക്കുലർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഈക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് കിട്ടും. അതിന് എക്സസ് ആയിട്ട് എത്ര മോയ്സ്ചർ ഉണ്ടോ അതെല്ലാം ഫ്രീ മോയ്സ്ചർ ആണ്.
അതേപോലെ തന്നെ മുകളിൽ നമുക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100% എത്തുമ്പോൾ ഈ ഗ്രാഫിന് ശേഷം, അതായത് ഈക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞ് ഈ ഗ്രാഫ് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്തിക്കഴിയുമ്പോൾ ഉള്ള മോയ്സ്ചർ കണ്ടന്റ് എല്ലാം അൺബൗണ്ട് മോയ്സ്ചറും ആണ്. അപ്പം നമ്മൾ ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് പറഞ്ഞു. ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റിലെ 3 ടൈപ്പ് മോയ്സ്ചർ ആണ്, അതായത് ബൗണ്ട്, അൺബൗണ്ട്, ഫ്രീ മോയ്സ്ചറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് ഹിസ്റ്റെറിസിസ് എഫക്ട്. ഇത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ ഒരു ഗ്രാഫിൽ നമുക്ക് y ആക്സിസിൽ വാട്ടർ കണ്ടന്റും x ആക്സിൽ വാട്ടർ ആക്ടിവിറ്റിയും കാണാം. അപ്പോൾ വാട്ടർ ആക്ടിവിറ്റി എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സസ് ആയിട്ടുള്ള വാട്ടർ പ്രസൻസ് ആണ്. ഈ വാട്ടർ, ഈ എക്സസ് ആയിട്ടുള്ള ഈ വാട്ടറിന്റെ റീസൺ ആയിരിക്കാം മൈക്രോബിയൽ ഗ്രോത്തും ഒക്കെ ഫുഡ് ഗ്രെയിൻസിലൊക്കെ ഉണ്ടാവുന്നത്, അത് പിന്നീട് ഡീകേ ആവുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഡീസോപ്ഷൻ എന്ന പ്രോസസ്സ് വഴി ഫുഡ് ഗ്രെയിൻസിൽ, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൽ, ഫുഡ് മെറ്റീരിയൽസിലൊക്കെ ജനറലി നമുക്ക് വാട്ടർ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഈ വാട്ടർ ഫുഡ് ഗ്രെയിൻസിന് ഇടയ്ക്കുള്ള മോയ്സ്ചർ എല്ലാം നമ്മൾ ഈ പ്രഷർ വേരി ചെയ്ത്, ടെമ്പറേച്ചർ വേരി ചെയ്ത്, അങ്ങനെ പല ഫിസിക്കൽ കെമിക്കൽ പ്രോസസ്സ് വഴി ഇതിലെ വാട്ടർ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ ഡീസോപ്ഷൻ വഴി ഇതിലെ വാട്ടർ കണ്ടന്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാം. വാട്ടർ കണ്ടന്റ് കുറയുന്നതനുസരിച്ച് വാട്ടർ ആക്ടിവിറ്റിയും കുറയും. അതാണ് ഈ ബ്ലൂ കർവ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനിയും അതിനുശേഷം ഫുഡ് ഗ്രെയിൻസ് വീണ്ടും ഒന്നുകിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് പ്രോസസ്സസ് വഴി ഇത് വീണ്ടും വാട്ടർ അബ്സോർബ് ചെയ്ത് വരുവാണെങ്കിൽ ഇത് അഡ്സോപ്ഷന്റെ കർവാണ് ഈ കാണിക്കുന്നത്. ഇനി ഹിസ്റ്റെറിസിസ് എഫക്ട് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ ഡീസോപ്ഷനും അഡ്സോപ്ഷൻ കർവും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. അതിനെയാണ് ഹിസ്റ്റെറിസിസ് എഫക്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഒരേ കർവിൽ കൂടെ തന്നെ ഇത് രണ്ട് പ്രോസസ്സും, ഡീസോപ്ഷനും അബ്സോർപ്ഷൻ പ്രോസസ്സും നടക്കില്ല. It is a difference between desorption and absorption, EMC, at the same relative humidity and temperature. അപ്പോൾ ഹിസ്റ്റെറിസിസ് എഫക്ട് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഓർത്തിരിക്കേണ്ടത്. ഡീസോപ്ഷൻ അബ്സോർപ്ഷൻ കർവ് തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് എഫക്ട് എന്ന് വിളിക്കുന്നത്. ഇനി മെത്തേഡ്സ് ടു ഡിറ്റർമൈൻ EMC എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡ്സ് വഴി നമുക്ക് EMC ഡിറ്റർമൈൻ ചെയ്യാം? സ്റ്റാറ്റിക് മെത്തേഡ്സ് ഉണ്ട്, ഡൈനാമിക് മെത്തേഡ്സ് ഉണ്ട്. സ്റ്റാറ്റിക് മെത്തേഡ്സിൽ നമ്മൾ ടെമ്പറേച്ചർ ഓഫ് ദ എയർ ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ഓവൻ ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇസ് മെയിൻറ്റെയിൻഡ് ബൈ യൂസിങ് ഡിഫറെന്റ് കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഓർ ബേസ് സൊല്യൂഷൻ. അതായത് അറ്റ്മോസ്ഫിയറിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ നമ്മൾ ആസിഡ്സ് അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. അതേപോലെ ഓവൻ ഒക്കെ യൂസ് ചെയ്ത് ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ EMC, ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് മെത്തേഡ്സിൽ വരുന്നത്. ഇനി ഡൈനാമിക് മെത്തേഡ്സിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഡീസോപ്ഷൻ മെത്തേഡ്സ് ഉണ്ട്, അതേപോലെ ഐസോടെലിസ്കോപ്പിക് മെത്തേഡ് ഉണ്ട്. ഈ ഐസോടെലിസ്കോപ്പിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് മാനോമീറ്റർ പോലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ EMC ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന്റെ പേരുകളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. സ്റ്റാറ്റിക് മെത്തേഡ്സിൽ ഡൈനാമിക് മെത്തേഡ്സ്, അതായത് ഡൈനാമിക് മെത്തേഡിന്റെ ടൈപ്പിലാണ് ഈ ഡീസോപ്ഷനും ഐസോടെലിസ്കോപ്പിക് മെത്തേഡൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഈ EMC ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാൽക്കുലേഷൻസിന് യൂസ് ചെയ്യുന്ന പല ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ വലിയ പ്രോബ്ലംസ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട എങ്കിലും ഈ മോഡൽസ് ഏതൊക്കെയാണെന്നുള്ള അതിന്റെ പേരുകൾ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. കെൽവിൻ ഇക്വേഷൻ നമ്മൾ EMC കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അവിടെ അതിൽ യൂസ് ചെയ്യുന്ന തിയറി എന്ന് പറയുന്നത് കാപ്പിലറി കണ്ടൻസേഷൻ തിയറിയാണ്. ഇനി ഇതിന്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത് when the relative humidity is greater than 95%. അപ്പോൾ 95% കൂടുതൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ കെൽവിൻ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഹാർക്കിൻസ് ജൂറ ഇക്വേഷൻ ആണെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ ഫീൽഡ് തിയറി എന്ന തിയറിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വെൻ ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇസ് ലെസ് ദാൻ 30%. ഇനി ഏറ്റവും കൂടുതൽ ഒരു വൈഡ് റേഞ്ച് ആപ്ലിക്കബിലിറ്റി വരുന്നത് ചുങ്ഫോസ്റ്റ് ഇക്വേഷൻ ആണ്. ഇവിടെയും പൊട്ടൻഷ്യൽ ഫീൽഡ് തിയറി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ റേഞ്ച്, ആപ്ലിക്കേഷൻ റേഞ്ച് വരുന്നത് വെൻ ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇസ് ബിറ്റ്വീൻ 20 to 90%. പിന്നെ ഏത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന EMC മോഡലാണ് ഹെൻഡേഴ്സൺ ഇക്വേഷൻ. ഇവിടെ ഗിബ്സ് അബ്സോർപ്ഷൻ തിയറിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓരോ മോഡലിന്റെയും ഇക്വേഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇക്വേഷനിൽ വരുന്ന ടേംസ് എന്താണെന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട്. വേർ RH is a equilibrium relative humidity in decimal, M is a EMC dry basis, T is a temperature in Kelvin, and C and N are product constants. അത് ഓരോ നമ്മൾ എടുക്കുന്ന ഫുഡ് ഗ്രെയിൻ അല്ലെങ്കിൽ മെറ്റീരിയൽ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. PV is the vapor pressure of the grain, PVS is a saturated vapor pressure of grain, sigma is the surface tension, V is the volume of moisture, alpha is the angle between moisture and capillarity, R is the radius of cylindrical capillarity, R is universal gas constant, and TA is the absolute temperature. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഈ ഇക്വേഷൻസ് ഏതൊക്കെയാണ്, അവിടെ യൂസ് ചെയ്യുന്ന തിയറി, പിന്നെ ഏത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിൽ അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ, ആ റേഞ്ച് എത്രത്തോളം റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിൽ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാമെന്നതൊന്ന് അറിഞ്ഞിരിക്കണം.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡ്രൈയിങ് എന്ന ടോപ്പിക്കിൽ നിന്ന് അറിഞ്ഞിരിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ റിയോളജി പ്രോപ്പർട്ടീസ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് ഡ്രൈയിങ്ങിൻ്റെ ടെക്നീക്സിനെ കുറിച്ച്, ഡ്രൈയിങ് എന്താണ്, എന്തിനാണ് ഡ്രൈയിങ് ചെയ്യുന്നത്, അതേപോലെ ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് എന്നൊരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ ബൗണ്ട് മോയ്സ്ചർ, അൺബൗണ്ട് മോയ്സ്ചർ, ഫ്രീ മോയ്സ്ചർ എന്ന ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മുടെ EMC മോഡൽസിന്റെ ഇക്വേഷൻസ് നമ്മൾ നോക്കി. പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.